മറ്റു വാർത്ത, വയനാട് തുരങ്കപാത ദുരന്തത്തിന് പിന്നിൽ കുറ്റകരമായ ഉദ്യോഗസ്ഥ അനാസ്ഥ എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ന്യൂസ് 18 പുറത്തുവിടുകയാണ്. മുൻ ചീഫ് സെക്രട്ടറി എ ജയതിലകാണ് പ്രതിക്കൂട്ടിലേക്ക് എത്തുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കിയായിരുന്നു മുൻ ചീഫ് സെക്രട്ടറിയുടെ ഇടപെടൽ. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപകട സാധ്യതാ മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറി തള്ളിയതിന് വ്യക്തമായ തെളിവ് പുറത്തുവിടുകയാണ് ന്യൂസ് 18. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപകട മുന്നറിയിപ്പ്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപകട സാധ്യത മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറി തള്ളി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. തുരങ്കപാത വിഷയത്തിൽ KSDMA ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോ ഇടപെടേണ്ടതില്ല എന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ വ്യക്തമായ നിലപാട്. പലപ്പോഴും പ്രതിപക്ഷമടക്കം ഈ വിഷയം അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി സതീശൻ ഈ വിഷയത്തിൽ തൻ്റെ പഴയ നിലപാട് തുറന്നു പറഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായത്. ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ തെളിവുകൾ കൂടി പുറത്തു വരുന്നത്. ശരണ്യ സ്നേഹജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശരണ്യ, മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചു, യാതൊരു മുൻകരുതലുമില്ലാതെ ഈ നിർമ്മാണവുമായി മുന്നോട്ട് പോയി. ദുരന്ത നിവാരണ സമിതിയുടെ അടക്കം ചില കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായില്ല. 2 തവണ ഉദ്ഘാടനം നടന്നു. അങ്ങനെ നിരവധി പരാതികളുണ്ട് ഈ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ തെളിവുകൾ ഈ കെടുകാര്യസ്ഥതയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്താണ്? രഞ്ജിത്ത്, ഈ അപകടവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതിൽ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിന്റെ KSDMA യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി നൽകുന്ന നിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തിടുക്കം സർക്കാരിൻ്റെത് വളരെ കൂടുതലായിരുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ടായിരുന്നു. വേണ്ടത്ര പഠനങ്ങൾ, 8 ജീവനുകൾ പൊലിഞ്ഞ ഇടമാണ്, വേണ്ടത്ര പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് മുൻ ചീഫ് സെക്രട്ടറി ജയതിലകിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഈ മിനിറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത്, നമുക്ക് അവിടെ ഒരു നിർമ്മാണം അനുവദിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് നമുക്കറിയാം വയനാട് മുണ്ടക്കൈ ദുരന്തം നടന്ന 100 കണക്കിന് ജീവനുകൾ പൊലിഞ്ഞ ഒരു പ്രദേശമാണ്, പരിസ്ഥിതിപരമായി ദുർബലമായ ഒരു ഇടമാണ്. അവിടെ ഒരു നിർമ്മാണം നടത്തുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കള്ളാടി ദുരന്തം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അവിടെ 8 ജീവനുകളാണ് കഴിഞ്ഞ ദിവസം പൊലിഞ്ഞത്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ മിനിറ്റ്സിലൂടെ പുറത്തേക്ക് വിടുന്നത്. അതായത് 3/6/2025 ജയതിലക്, അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയതിലകിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ നിർമ്മാണം നടത്തുന്നതിന് മുമ്പ് പഠനം നടത്തണമെന്നുള്ള ആവശ്യം ജയതിലക് ഇടപെട്ട്, അന്നത്തെ ചീഫ് സെക്രട്ടറി ഇടപെട്ട് തടഞ്ഞു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. അതായത് ദുരന്ത മേഖലയിൽ കൂടുതൽ പഠനം നടത്തണമെന്ന് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആവശ്യപ്പെട്ടപ്പോൾ അത് അനുവദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയലുകൾ മടക്കി എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമാണ്. അതായത് ഈ KSDMAക്ക് ഈ വിഷയം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വയനാട് നിന്നും ഈ ഫയലുകൾ, അതായത് തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകൾ തിരുവനന്തപുരത്തേക്ക് നീക്കുന്നു. കാരണം അത് ആധികാരികമായി പരിശോധിക്കേണ്ട ഏജൻസി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാട് നിന്നും ആ ഫയലുകൾ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. എന്നാൽ ഈ ഫയലുകൾ നമ്മൾ കൈവശം വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തിരികെ ചീഫ് സെക്രട്ടറി ഉദ്യോഗസ്ഥരെ ശകാരിച്ചുകൊണ്ട് ഇത് തിരികെ അയപ്പിച്ചത് എന്നുള്ള വിവരം കൂടി ആ മിനിറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അന്ന് ചേർന്ന യോഗത്തിൽ ശാസ്ത്രജ്ഞന്മാരടക്കം, അതായത് 2 ശാസ്ത്രജ്ഞന്മാരടക്കം ഈ തീരുമാനത്തെ എതിർത്തിരുന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞത് ഈ നിർമ്മാണ കമ്പനി കൊണ്ടുവരുന്ന ഫീസിബിലിറ്റി സ്റ്റഡി അത് അവർ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇടകലർന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ഏജൻസി, സർക്കാരിന്റെ ഒരു സ്വതന്ത്ര ഏജൻസി ഇത് പരിശോധിക്കണം, IIT പോലെയുള്ള വിദഗ്ധ സംഘത്തെ ഇതിനുവേണ്ടി നിയോഗിക്കണം എന്നുള്ള ഒരു ആവശ്യം ആ കമ്മിറ്റിയിൽ ഉയർന്നു എന്നുള്ളതാണ്. വയനാട് ദുരന്തത്തിൽ നമുക്കറിയാം, മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ അതിന് കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ ഒരു നിർമ്മാണം നടക്കുമ്പോൾ അത് പരിശോധിക്കേണ്ടതാണ് എന്നുള്ള ആശങ്ക വയനാട്ടിൽ ഉണ്ടായിരുന്നു. ആ ആശങ്കയെ മറികടന്നുകൊണ്ടാണ് ഇത് അത്തരത്തിലൊരു പഠനമോ ഫയലുകളോ നമ്മൾ കൈവശം വെക്കേണ്ട കാര്യമില്ല. ഈ പഠനവുമായി ബന്ധപ്പെട്ട് അത് വൈകുന്നത്, അതായത് ഫയലിന്റെ നിർമ്മാണ അനുമതി അടക്കം വൈകുന്നതിനുള്ള അതൃപ്തി ചീഫ് സെക്രട്ടറി രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മിനിറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിഷയങ്ങൾ കൂടി അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഫീസിബിലിറ്റി സ്റ്റഡി, അതായത് ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അനുമതിയാണ് നൽകേണ്ടത്. കാരണം ഈ മേഖലയിൽ, പരിസ്ഥിതി ദുർബലമായ മേഖലയിൽ ഇത്തരത്തിലൊരു നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പാരിസ്ഥിതിക അനുമതി നൽകേണ്ടത്
നിർമ്മാണ അനുമതി നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്. പക്ഷെ അതേസമയം തന്നെ ഇതിന് ഈ കേരളത്തിന്റെ KSDMAക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. അതായത് ഈ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ മറ്റെന്തെങ്കിലും ദുരന്ത സാധ്യതയുണ്ടോ എന്ന് വിലയിരുത്താനുള്ള നിയമം, അത് അധികാരം KSDMAക്കാണ്. എന്നാൽ ആ അധികാരത്തെ ഓവർ റൂൾ ചെയ്തുകൊണ്ടാണ് ഈ ഫയലുകൾ തിരിച്ചടക്കണം, അയക്കണം എന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് ചീഫ് സെക്രട്ടറി എത്തിയത് എന്നുള്ളതാണ് ഈ മിനിറ്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, മുണ്ടക്കൈ പോലെയുള്ള ഒരു ദുരന്തം സർക്കാരിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ്, അത് ഒരു വർഷം പോലും പൂർത്തിയാകുന്നതിന് മുൻപാണ് പുതിയ തുരങ്കപാത എന്നുള്ള ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവരികയും ആ തുരങ്കപാതയുടെ നിർമ്മാണ അനുമതിക്കകത്ത് ഇത്രയധികം ഒരു ഇത് ഫയൽ ഏത് വഴിക്കാണോ അത് നീങ്ങേണ്ടത്, അല്ലെങ്കിൽ ഒരു ദുരന്തമുണ്ടായാൽ അതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് പഠിക്കാനുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ആ ഒരു ആഘാതം വിലയിരുത്തുക എന്നുള്ള നിർമ്മാണാനുമതിയല്ല, മറിച്ച് ആഘാതം വിലയിരുത്തുക എന്നുള്ള ഒരു ആവശ്യം മാത്രമായിരുന്നു വയനാട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി തിരുവനന്തപുരത്തെ KSDMAക്ക് മുന്നിലേക്ക് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധ പരിശോധന ആവശ്യമുണ്ട് എന്നുള്ള വയനാടിന്റെ ആശങ്ക സർക്കാർ തള്ളി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഈ മിനിറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ആശങ്ക തള്ളിക്കൊണ്ടാണ് ഈ ഫയലുകൾ നമ്മൾ കൈവശം വെക്കേണ്ടതില്ല. അതേസമയം തന്നെ ചീഫ് സെക്രട്ടറി ആ യോഗത്തിൽ പറയുന്നുണ്ട്, ഇത്തരത്തിലൊരു പഠനം നടത്തേണ്ട മേഖലയാണ് ഇത് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതികമായ അനുമതിയല്ല നൽകേണ്ടത്, മറിച്ച് നമ്മൾ സർക്കാർ അല്ലെങ്കിൽ കേരളം ഒരു ഇതുമായി ബന്ധപ്പെട്ട KSDMA ഇതുമായി ബന്ധപ്പെട്ട ഒരു ആധികാരികമായ ഒരു പഠനം നടത്തണമെന്നുള്ള ആവശ്യത്തെ തടഞ്ഞത് എന്തിനാണ് എന്നുള്ള ചോദ്യം വളരെ സർക്കാരിന്റെ 2 ഉദ്ഘാടനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. ഈ സർക്കാർ മാറുന്നതിന് മുൻപ് ഈ തുരങ്കപാതയുടെ ക്രെഡിറ്റ്, അങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോഴത്തെ ഭരണപക്ഷം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ കാണുന്നത് ഈ യോഗത്തിന്റെ മിനിറ്റ്സാണ്. പ്രധാനപ്പെട്ട ചില തെളിവുകൾ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. മുൻ ചീഫ് സെക്രട്ടറി ജയതിലകാണ് പ്രതിക്കൂട്ടിലേക്ക് ഈ വിഷയത്തിൽ എത്തുന്നത് എന്നുള്ളതാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കിയായിരുന്നു മുൻ ചീഫ് സെക്രട്ടറിയുടെ ഇടപെടലും മറ്റും. അതോറിറ്റിയുടെ അപകട സാധ്യത മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറി തള്ളിയതിന് വ്യക്തമായ തെളിവ്, അതായത് നിർമ്മാണ പുരോഗതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവെക്കുന്നു. എത്രയും വേഗം നിർമ്മാണത്തിൽ മുന്നോട്ട് പോക്ക് വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു. അപ്പോഴൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ വിഷയത്തിൽ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. അതൊന്നും ചീഫ് സെക്രട്ടറിക്ക് മനസ്സിലായി എങ്കിൽ പോലും അത് ആ തരത്തിൽ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം സമ്മർദ്ദങ്ങളെ തുടർന്ന് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുരങ്കപാത വിഷയത്തിൽ KSDMAയോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയോ ഇടപെടേണ്ടതില്ല എന്നായിരുന്നു ചീഫ് സെക്രട്ടറി നിലപാട്. ശരണി, നമുക്കറിയാം ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് പ്രത്യേകിച്ചും പാരിസ്ഥിതികമായ ദുർബലമായ വളരെ വൾണറബിളായ ഒരു പ്രദേശമാണ് വയനാട്. അവിടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റോളുണ്ട്, KSDMAക്ക് റോളുണ്ട്. അവരൊക്കെയാണ് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കേണ്ടത്. ഭരണപരമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരാൾ, ഈ വിഷയത്തിൽ വലിയ ഗ്രാഹ്യമില്ലാത്ത ഒരാൾ ഇത്തരം ചില തിടുക്കങ്ങൾ കാട്ടി എന്നുള്ളത് ഒട്ടും അത്തരത്തിൽ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്, സംശയമില്ല. രഞ്ജിത്ത്, തീർച്ചയായും സംശയാസ്പദമായി തന്നെ ഈ നീക്കത്തെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ആർക്കായിരുന്നു ഇത്ര ധൃതി? അതായത് ഈ ഒരു പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരു തീരുമാനം കൈക്കൊണ്ട് ഇത്രയും വേഗം, അതായത് സംസ്ഥാനത്തിന്റെ മുന്നിൽ ഒരു അനുഭവം, മുൻപരിചയം ഉള്ള ഒരു അനുഭവം നമ്മളുടെ മുന്നിലേക്ക് നിൽക്കുന്നു. നമുക്കറിയാം, മുണ്ടക്കൈ അടക്കമുള്ള ചുരൽമല അടക്കമുള്ള മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ട ദുരിതവും നമ്മളുടെ കൺമുന്നിൽ നിന്ന് മായാത്ത സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം, അതായത് നിയമങ്ങളെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ നിയമങ്ങളെ മറികടന്നെന്ന് പറയാൻ കഴിയില്ല, മറിച്ച് മുണ്ടക്കൈ അല്ലെങ്കിൽ ചൂരൽമലയുമായി ബന്ധപ്പെട്ട് ഏകദേശം 5-6 കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു നിർമ്മാണം, നമുക്ക് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തോടു കൂടി തന്നെ അവിടെ അത്തരത്തിൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാണേണ്ട പ്രദേശമാണ് എന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും തർക്കമില്ല. അതിൽ ഏറ്റവും അധികം ഇടപെട്ടത് സർക്കാരാണ്. ആ സർക്കാരിന്റെ ഔദ്യോഗിക വിഭാഗത്തെ നയിച്ച ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് അത് കൃത്യമായി അറിയാം. അങ്ങനെ അറിയുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വയനാട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ച ഒരു ആശങ്ക, ആ ആശങ്കയെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ ചീഫ് സെക്രട്ടറിക്ക് കഴിഞ്ഞത്, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായി ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ചു എന്നുള്ളതാണ്. ഈ യോഗത്തിനകത്ത് പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരുന്നു. നിലവിലെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വനാഥ് സിൻഹ, ഒപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിശ്വാൾ എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ 2 സയന്റിസ്റ്റുകളെ കൂടാതെ ഈ 2 ഉദ്യോഗസ്ഥർ കൂടി ഇതിലെ വിയോജിപ്പ് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത്
പഠനം നടത്തി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. നിർമ്മാണ അനുമതി ഒരുപക്ഷെ നൽകിക്കൂടെ, അത് നൽകേണ്ട അതോറിറ്റി KSDMA അല്ല, മറിച്ച് അത് സെൻട്രൽ ആണ്, കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് നൽകേണ്ടത്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് അത് നൽകേണ്ടത്. അത് അവരുടെ വഴിക്ക് പൊക്കോട്ടെ. പക്ഷേ കേരളത്തിൽ ഒരു നിർമ്മാണം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള കണ്ണീര് ഉണങ്ങാത്ത ആ മുറിവ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു നിർമ്മാണം നടക്കുമ്പോൾ സ്വാഭാവികമായും അത് പഠിക്കേണ്ട ഉത്തരവാദിത്തം അതിൽ എന്തെങ്കിലും, അതായത് നിർമ്മാണ കമ്പനി കൊണ്ടുവന്ന ആ ഒരു പഠനത്തെ മാത്രം ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകണോ എന്നുള്ള ചോദ്യമാണ് അന്ന് ജില്ലാ ഏതായാലും ഒരു ജാഗ്രതയുമില്ലാതെ, പ്രദേശത്തിന്റെ പ്രശ്നം മനസ്സിലാക്കാതെ കേവലം ജനത്തെ പറ്റിക്കാൻ മാത്രം ഒരു സംവിധാനം ഒരുക്കുന്നു. അതിനുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ആ പ്രദേശമാണ്. അത് മാത്രമല്ല, അവിടെ പൊലിഞ്ഞ ജീവനുകളാണ്. സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് സംഭവിച്ച വലിയ ദുരന്തമാണ്.